നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയ ജീവിതവും പിന്നീട് വിവാഹവും അതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നടന്നുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. പണ്ടൊക്കെ ആളുകൾ ഇത്തരത്തിൽ പ്രണയത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്ന രീതിയൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ കാലങ്ങൾ മാറും തോറും യാതൊരു തരത്തിലുള്ള കുറ്റബോധമൊന്നുമില്ലാതെ തൻ്റെ പങ്കാളിയെ, ഒരുപക്ഷെ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് തൻ്റെ പങ്കാളിയെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നതും നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്രയേറെ പ്രണയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ദുരഭിമാന കൊലകളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതും പല രീതിയിലുള്ള പ്രണയ കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു പുരുഷനുമായി അല്ലെങ്കിൽ അവരുടെ കൂടെ വിവാഹത്തിനായിട്ട് അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കാനായിട്ട് വീടും കുട്ടികളെയും ഭർത്താവിനെയൊക്കെ തന്നെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന വാർത്തകൾ. ഒരു വിഭാഗം അതിനെ വിമർശിക്കുക ചെയ്യുമ്പോഴും ചില വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. കാരണം ഒരുപക്ഷെ ഇത് മടുത്തിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരു ജീവിതം തേടി പോകുന്നവരെ എന്തിനാണ് തടയുന്നത് എന്നുള്ള ചോദ്യവും ഉയരാറുണ്ട്. കാരണം ഇത്തരത്തിൽ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ പങ്കാളിയുടെ കൂടെ പോകാനായിട്ട് അല്ലെങ്കിൽ കാമുകൻ്റെ കൂടെ പോകാനായിട്ട് സ്വന്തം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വകവരുത്തുന്ന വാർത്തകളടക്കം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ്. അത്രയേറെ പൈശാചികമായിട്ടുള്ള മാനസികാവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ലക്നൌവിൽ 3 കുട്ടികളുടെ അമ്മയായ 30-കാരി മതം മാറി +2 വിദ്യാർത്ഥി വിവാഹം ചെയ്തതാണ് ഇപ്പോൾ വാർത്തകളാവുന്നത്. ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. ശബനം എന്ന യുവതിയാണ് ഹിന്ദു മതത്തിലേക്ക് മാറി ശിവാനി എന്ന പേര് സ്വീകരിച്ച് വീണ്ടും വിവാഹിതയായത്. ഇവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെന്നും യുവതി നേരത്തെ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും ഹസൻപൂർ സർക്കിൾ ഓഫീസർ ദീപ് കുമാർ പന്ത് പറഞ്ഞു. മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2021 മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ച് ബലപ്രയോഗത്തിലൂടെയോ വഞ്ചനയിലൂടെയോ മതപരിവർത്തനം നടത്തുന്നത് കുറ്റകരമാണ്. ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഇതുവരെ സംഭവവുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഹസൻപൂർ പോലീസ് പറഞ്ഞു. മീററ്റ് സ്വദേശിയായ ഒരാളെയാണ് ശിവാനി ആദ്യം വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധം അധികം വൈകാതെ വിവാഹമോചനത്തിൽ കലാശിച്ചു. സൈദൻ വാലി ഗ്രാമത്തിൽ നിന്നുള്ള തൗഫീഖ് എന്നയാളെയാണ് യുവതി പിന്നീട് വിവാഹം കഴിച്ചത്. 2011 ഒരു വാഹനാപകടത്തിൽ തൗഫീഖിന് സാരമായി പരിക്കേറ്റു. ഇപ്പോൾ അടുത്തിടെയാണ് യുവതി +2 വിദ്യാർത്ഥിയായ 18-കാരനുമായി പ്രണയത്തിലായത്. കഴിഞ്ഞ ആഴ്ച തൗഫീഖിൽ നിന്ന് വിവാഹമോചനം നേടി അവർ ഹിന്ദു മതം സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് +2 വിദ്യാർത്ഥിയെ വിവാഹം കഴിച്ചു. അതേസമയം യുവതിയെ വിവാഹം കഴിക്കാനുള്ള മകന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ദമ്പതികൾ സന്തോഷമായി ജീവിക്കുന്നുവെങ്കിൽ അതാണ് തങ്ങളുടെ സന്തോഷമെന്നും +2 വിദ്യാർത്ഥിയുടെ പിതാവ് ദത്താറാം സിംഗ് പറഞ്ഞു. ഇരുവരും സമാധാനമായി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് മാത്രമേ കുടുംബം ആഗ്രഹിക്കുന്നുള്ളൂവെന്നും ദത്താറാം സിംഗ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കാരണം ഇത് ഇന്നത്തെ കാലത്ത് ഒരു പതിവാണ്. പണ്ടൊക്കെ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും അവരെ എല്ലാം തന്നെ ഉപേക്ഷിച്ച് ഇപ്പോൾ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാകുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് ഇവരെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതും ഇന്ന് പതിവായിട്ട് നടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ മുൻപാണ് നമ്മൾ ബംഗളൂരു നടന്ന ഒരു അതിക്രൂരമായ കൊലപാതക വാർത്ത നമ്മളൊക്കെ തന്നെ കേട്ടത്. അതായത് കാമുകരൊപ്പം ചേർന്ന് മർച്ചന്റ് നേവിക്കാരനായിട്ടുള്ള ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും അതിനുശേഷം ശരീരം കഷ്ണങ്ങളാക്കി വീപ്പയിൽ അടക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ആ യുവതിയെയും അതുപോലെ തന്നെ കാമുകനെയും പിടികൂടുകയും ഇവർ അമിതമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിൻ്റെ പുറത്താണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ വാർത്തകൾ രാജ്യം ചർച്ച ചെയ്തതാണ്. കുറച്ച് ദിവസം മുമ്പും ഇത്തരത്തിൽ സൂറത്തിലും വിവാഹിതയായ യുവതി കാമുകരൊപ്പം ഒളിച്ചോടിയതിനെ തുടർന്ന് യുവാവിൻ്റെ വീടുൾപ്പെടെയുള്ള 6 കെട്ടിടങ്ങളാണ് ബുൾഡോസർ കൊണ്ട് യുവതിയുടെ ഭർത്താവും കുടുംബവും തന്നെ തകർത്ത് കളഞ്ഞത്. ഗുജറാത്തിലെ ബറൂച്ച് ജില്ലയിലെ കരേലി ഗ്രാമത്തിൽ സംഭവമുണ്ടായത്. മഹേഷ് ഫുൽമാലി എന്ന യുവാവിൻ്റെ വീടും സമീപത്ത് ഇയാളുടെ കുടുംബക്കാരുടെ കെട്ടിടങ്ങളുമാണ് യുവതിയുടെ വീട്ടുകാർ തന്നെ തകർത്തത്. ഒരാഴ്ച മുമ്പാണ് ആനന്ദ് ജില്ലയിലുള്ള യുവതിയുടെ നാട്ടിലെത്തിയ മഹേഷ് യുവതിയോടൊപ്പം ഒളിച്ചോടിയത്. തുടർന്ന് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ യുവതിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. യുവാവിനെ കണ്ടെത്തി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യുവതിയുടെ ഭർത്താവും കുടുംബവും ചേർന്ന് മഹേഷിന്റെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയിരുന്നു.
മഹേഷിന്റെ സഹോദരിയെ ഉൾപ്പെടെ ആക്രമികൾ ഉപദ്രവിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തുടർന്നാണ് പിറ്റേ ദിവസം മഹേഷിന്റെ വീട്ടിലേക്ക് ബുൾഡോസറുമായി എത്തിയ യുവതിയുടെ കുടുംബം ഇയാളുടെയും കുടുംബക്കാരുടെയും അടക്കം 6 കെട്ടിടങ്ങൾ തകർക്കുകയായിരുന്നു. മകനെ കണ്ടെത്താൻ ഇയാളുടെ കുടുംബത്തിനാകാത്തതിനെ തുടർന്നാണ് ഇവരുടെ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതെന്നാണ് വിവരം. യുവാവിന്റെ അമ്മ 6 പേർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ ബുൾഡോസർ ഡ്രൈവർ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ബുൾഡോസർ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. മഹേഷിനെ കണ്ടെത്തി നൽകാൻ കുടുംബത്തിനാകാത്തതിനാൽ അവരുടെ വീടിന് പുറമേയുള്ള അനധികൃത കെട്ടിടങ്ങൾ മാത്രമാണ് തകർത്തതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഗ്രാമത്തലവന്റെ സാന്നിധ്യത്തിലാണ് കെട്ടിടങ്ങൾ തകർത്തതെന്നും ഇവർ പറഞ്ഞു. ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ച് മഹേഷ് ഫുൽമാലിയെയും യുവതിയെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അൻക്ലാവ് പോലീസ് അറിയിച്ചു. ഇത്തരത്തിൽ കൊൽക്കത്തയിലും ഭർത്താവിന്റെ വൃക്ക വിറ്റ് ലഭിച്ച പണവുമായി യുവതി കാമുകനൊപ്പം ഒളിച്ചോടിയതും വാർത്തയായിരുന്നു. പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് സംഭവം. ഭർത്താവിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെയും കാമുകനെയും പിന്നീട് കണ്ടെത്തിയിരുന്നു. ഹൗറയിലെ സംഖറയിൽ സ്വദേശിയായ യുവതിയാണ് ഭർത്താവിന്റെ വൃക്ക വിറ്റ് കിട്ടിയ 10 ലക്ഷം രൂപയുമായി കാമുകനൊപ്പം ഒളിച്ചോടിയത്. യുവതിയുടെ നിർബന്ധപ്രകാരമാണ് ഭർത്താവ് വൃക്ക വിൽക്കാൻ സമ്മതിച്ചതെന്നും എന്നാൽ പണം കിട്ടിയതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകനൊപ്പം യുവതി ഒളിച്ചോടിയെന്നുമാണ് റിപ്പോർട്ട്. മകളുടെ പഠനത്തിനും വിവാഹ ആവശ്യത്തിനും പണം കണ്ടെത്താനാണ് യുവതി ഭർത്താവിനോട് വൃക്ക വിൽക്കാൻ ആവശ്യപ്പെട്ടത്. പണം കിട്ടിയാൽ കുടുംബത്തിലെ ദാരിദ്ര്യം മാറുമെന്നും പറഞ്ഞു. യുവതിയുടെ നിർബന്ധപ്രകാരം ഭർത്താവ് വൃക്ക വിൽക്കാൻ തയ്യാറായി. 3 മാസം മുമ്പ് വൃക്ക വാങ്ങാൻ തയ്യാറായ ഒരാളെ കണ്ടെത്തുകയും തുടർന്ന് വൃക്ക നൽകി പണവും വാങ്ങി. വൃക്ക വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറുമെന്നും ഭാവിയിൽ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്താമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ധാരണ. എന്നാൽ ഇതേസമയം ഭാര്യ കാമുകനൊപ്പം നാടുവിടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഭർത്താവിന്റെ 10 ലക്ഷം രൂപയുമായി ബരക്പൂർ സ്വദേശിയായ യുവാവിനൊപ്പമാണ് യുവതി ഒളിച്ചോടിയത്. പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാളുമായി യുവതി ഫേസ്ബുക്ക് വഴിയാണ് പരിചയത്തിലായതെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും ഒളിച്ചോടിയതിന് പിന്നാലെ ഭർത്താവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും ബരക്പൂരിലുണ്ടെന്ന് കണ്ടെത്തി. പിന്നാലെ യുവതിയുടെയും ഭർത്താവും 10 വയസ്സുള്ള മകളും മാതാപിതാക്കളും ഇവിടെ എത്തി. എന്നാൽ യുവതി ആദ്യം വീടിന് പുറത്തിറങ്ങാനോ സംസാരിക്കാനോ തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ട്. ഭർത്താവിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ എന്നതായിരുന്നു യുവതിയുടെ പ്രതികരണം. വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുമെന്നും യുവതി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ കേരളത്തിലടക്കം ഇത്തരത്തിൽ കാമുകനോടൊപ്പം പുതിയ ജീവിതം തുടങ്ങാനായിട്ട് സ്വന്തം കുഞ്ഞിനെ ചോരക്കുഞ്ഞിനെയും അതുപോലെ തന്നെ ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഭർത്താവിനെയും വകവരുത്തിയ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇത് ഇന്നൊരു പതിവായിട്ട് തന്നെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.